അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് കഴിഞ്ഞ വർഷം റമദാൻ 27 നടത്തിയ ജുമുഅ ഖുത്ബയിൽ ദീനുൽ ഇസ്ലാമിൻ്റെ അതിമഹത്തമായ കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായി നമ്മോട് സംസാരിക്കുന്നു. അനേകം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അവർ സ്വയം തന്നെ ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ വരിക്കുകയുണ്ടായി. ഈ സന്ദേശം വ്യാപിപ്പിക്കുന്നതിന് അവർക്ക് അതിയായ താല്പര്യമായിരുന്നു. ഇസ്ലാമിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് ആദ്യകാലങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അത് അവർക്കൊരു വലിയ ഹരമായിരുന്നു. ഈ ഇസ്ലാമിൻ്റെ സന്ദേശം, പുതിയ വാർത്തകൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് അവർ വളരെ അധികം സന്തോഷഭരിതരായിരുന്നു. നമ്മളിൽ ഇസ്ലാം നമ്മുടെ കയ്യിൽ വന്നു. ആ ഇസ്ലാമിനെ നമുക്ക് ശരിക്കും മനസ്സിലാക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി അവർക്ക് അതിയായ താല്പര്യമുണ്ടായിരുന്നു. നമുക്കോ? അവർ അല്ലാഹുവിൻ്റെ സന്തോഷം അങ്ങനെ ആരാഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ഈ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, സദ്വഴികൾ, ഇത് അവർ അതിൻ്റെ സന്തോഷം, ഇങ്ങനൊരു വഴി കിട്ടിയല്ലോ എന്നുള്ള ഇതിൽ അവർ സന്തോഷഭരിതരായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവൻ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ക്രമേണ വർഷങ്ങളിലൂടെ അറേബ്യൻ ജനത അവർ ആ സമയത്ത് അപരിഷ്കൃതരായിരുന്നു. മെല്ലെ ആർദ്രതയുള്ള ജനതയായി പരിവർത്തനം ചെയ്യപ്പെട്ടു. അപരിഷ്കൃതരായ കഠിനഹൃദയരായ ഒരു ജനതയെ മൃദുലമാനസരായി നന്മ നിറഞ്ഞവരാക്കി മാറ്റിയിരുന്നു. കാലത്തിൻ്റെ പ്രയാണത്തിൽ ഇന്നോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളെ അറുകൊല ചെയ്യുന്നവരുമായി കൂട്ടുകൂടുകയും സൗഹൃദങ്ങൾ പങ്കുവെക്കുകയും അവർക്ക് വേണ്ടത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഈ അന്യായത്തിനെതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കാതിരിക്കുകയും ചെയ്യുന്ന അറബികൾ, അവർ സംസാരിക്കുന്ന ഭാഷ അറബി. അങ്ങനെ മെല്ലെ ആർദ്രതയുള്ള ജനതയായി പരിവർത്തനം ചെയ്യപ്പെട്ടു ഉന്നതമായ ഗുണങ്ങളുള്ളവരായി മാറി. അവരിൽ കൂടുതൽ പേരും മുസ്ലിങ്ങളായി മാറി. സഹാബാക്കളും സഹാബിയാത്തുകളും പുരുഷന്മാരും സ്ത്രീകളും രാവും പകലും അള്ളാഹുവിൻ്റെ സന്ദേശം വ്യാപിപ്പിക്കുന്നതിനായി അർപ്പണം ചെയ്യുകയുണ്ടായി. അവരിൽ ചിലർ
ദൂരരാജ്യങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനായി യാത്ര ചെയ്യുകയുണ്ടായി. ഈ സന്ദേശം എത്തിക്കുന്നതിനായി ദൂരദേശങ്ങളിലേക്ക് അവർ യാത്ര ചെയ്യുകയുണ്ടായി. നമ്മളോ ആയതിനാൽ ഇന്ന് നമുക്ക് ലഭിച്ച ഒരു ബഹുമതിയാണ് അള്ളാഹു നമ്മെ മുസ്ലിങ്ങളാക്കിയിരിക്കുന്നു എന്നത്. അവൻ നമ്മെ അവൻ്റെ ദാസന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്ലാമിൻ്റെ മഹത്വം ലോകത്ത് പുനഃസ്ഥാപിക്കുന്നതിനായി, വീണ്ടും സ്ഥാപിക്കുന്നതിനായി തീർച്ചയായും നാം അതിന് അള്ളാഹുവിനോട് നന്ദി പറയേണ്ടവരാണ്. അവൻ നമ്മെ ഈ നൂറ്റാണ്ടിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ലോകത്ത് ഇസ്ലാമിൻ്റെ നവീകരണം കൊണ്ടുവരുവാൻ നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഖലീഫത്തുള്ള എന്ന നിലയിൽ എനിക്ക് നൽകിയ ബഹുമതിയും ഉത്തരവാദിത്വവുമാണ് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ എന്നെ ഏൽപ്പിച്ചതിലൂടെ അവൻ ചെയ്തത്. അപ്പോൾ അല്ലാഹു തആല നൽകിയ ഒരു ഉത്തരവാദിത്വം ഈ നൂറ്റാണ്ടിൽ ലോക ജനതയിലേക്ക്, നമ്മിലേക്ക് എത്തിക്കുകയാണ്. ഇത് കിട്ടിയവർ കിട്ടാത്തവരിലേക്ക് എത്തിക്കേണ്ടതാണ്. അവരുടെ മുമ്പിൽ നമ്മൾ നിശബ്ദരായി കയ്യും കെട്ടി അവർ കാണിക്കുന്ന തെറ്റായ നടപടികൾക്ക് മൗനസമ്മതം നൽകുന്നവരായി മാറാതിരിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. കാരണം അത്രയും മഹത്വപൂർണമായ സന്ദേശവും അധ്യാപനവുമാണ് മാനവരാശിക്ക് നൽകിയിരിക്കുന്നത്. ഇതിനെ അവഗണിച്ചവർ, ഇതിനെ തള്ളിക്കളഞ്ഞവർ ഭൂമുഖത്ത് അരാജകത്വം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുക, ജനങ്ങളുടെ മനസ്സ് മാറുവാനുള്ള ശക്തി, മനസ്സ് മാറ്റുവാനുള്ള ശക്തി എനിക്കില്ല. അത് അല്ലാഹുവാണ് ചെയ്യുന്നത്. സന്ദേശം വ്യക്തമായ നിലയിൽ എത്തിക്കുക എന്നത് മാത്രമാണ് എന്നിൽ നിക്ഷിപ്തമായ ദൗത്യം. അപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുള്ളാഹിൽ നിക്ഷിപ്തമായ ദൗത്യം നിർവഹിക്കുന്നു. അതുപോലെ നാം ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യം നാമും നിർവഹിക്കണം. നിർബന്ധിച്ചാരെയും ഏൽപ്പിക്കുകയല്ല, ഇതിൻ്റെ മഹത്വം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് നമ്മൾ മാതൃകയുള്ളവരായി മാറേണ്ടിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നിഷ്കളങ്കരായ അനുചരന്മാരെ നൽകി അല്ലാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എല്ലാ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർക്കുണ്ടായിരുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ എനിക്കും കപടവിശ്വാസികൾ ഉണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ കൂടെയും വിശ്വസിച്ചവരും വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ വിശ്വാസികളാണെന്നുള്ള നിലയിലൊക്കെ ഇതിനകത്ത് കടന്നുകൂടിയിരിപ്പുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും കപടവിശ്വാസികളുണ്ടായിരുന്നു. അതുപോലെ ഈ നൂറ്റാണ്ടിൽ നിയോഗിച്ച എനിക്കും അല്ലാഹു തആല വിശ്വാസികളായ ആളുകളെയും തന്നിട്ടുണ്ട്, അതുപോലെ കപടവിശ്വാസികളെയും തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ റമദാൻ മാസത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, എന്നിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലുള്ള രോഗങ്ങളെ നീ ഇല്ലായ്മ ചെയ്യണമേ. ഹൃദയങ്ങളിലുള്ള രോഗം കൊണ്ടാണ് നമുക്ക് നന്മയിൽ മുന്നേറാൻ കഴിയാതെ പോകുന്നത്. ഹൃദയരോഗം അത് ഒരു വല്ലാത്ത രോഗമാണ്. ഇത് നിങ്ങളിലേക്കുള്ള ഈ പ്രസംഗം ഇടയ്ക്ക് ചില തകരാറുകൾ സംഭവിക്കുന്നുണ്ടൊക്കെ. ഇൻഷാ അല്ലാഹ് വീഡിയോ രൂപത്തിൽ എത്തിക്കാൻ ശ്രമിക്കാം. ദുആ ചെയ്യുകയാണ്, എന്നിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിലുള്ള രോഗങ്ങളെ നീ ഇല്ലായ്മ ചെയ്യണമേ. അവരിലൊരു സത്യമായ മാറ്റം കൊണ്ടുവരയണമേ. അല്ലാഹു തആലയുടെ ഭക്തരായ ദാസന്മാരാൽ ജമാഅത്ത് സഹീഹുൽ ഇസ്ലാം ഉന്നതി പ്രാപിക്കട്ടെ. ഈ സംസ്കരണത്തിൻ്റെ ഭാഗമായി അവർ മാറട്ടെ. ഇതിൻ്റെ ഭാഗമായി തീരാൻ തീർച്ചയായും
അവർ തന്നെയാണ് അർഹർ. ലോകമെങ്ങും അണഞ്ഞുപോയ വിളക്കുകളെ ഇവരിലൂടെ പുനർജ്വലിപ്പിക്കട്ടെ. വീണ്ടും പോയി. എൻ്റെ അനുചരന്മാർ തീർച്ചയായും ഓർത്തിരിക്കണം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭം അവരിൽ ശക്തമായി നിലനിർത്തേണ്ടതാണ്. അതായത് ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദ ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ അടിസ്ഥാനപരമായി ശക്തമായി നിലനിർത്തേണ്ടതാണ്. അള്ളാഹുവിനെ നിങ്ങൾ ദൃഢതരമായി പിടിച്ചാൽ നിസ്സംശയം അള്ളാഹു വാഗ്ദാനം ചെയ്ത ലൈലത്തുൽ ഖദറിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുവിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദൃഢമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചിട്ടുണ്ടായെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈലത്തുൽ ഖദർ ലഭിക്കുന്നതാണ്. 1000 മാസത്തേക്കാൾ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതിന് പര്യാപ്തമായ ആ ദിനങ്ങൾ ഇതാ നമ്മെ സമീപിച്ചു കൊണ്ടിരിക്കുന്നു. പുതിയ നിയമവാഹകനല്ലാത്ത ഒരു പ്രവാചകനെ നിങ്ങളിൽ അല്ലാഹു ഉയർത്തുമ്പോൾ ഈ നൂറ്റാണ്ടിൽ അവനെ അനുസരിച്ചുകൊണ്ട്, അവൻ്റെ ഖലീഫത്തുള്ളായെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനായി സേവനം ചെയ്യുക എന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം, ചിന്തിക്കണം, നിങ്ങൾ അനേകം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും നമ്മിൽ തന്നെ ആദ്യം ആ ഷഹാദ അതിശക്തമായി നിലനിൽക്കേണ്ടതാണ്. അല്ലാഹു തആല നിങ്ങളുടെ വിശ്വാസം പല രീതിയിലും പരീക്ഷിക്കുന്നതാണ്. നിങ്ങൾ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് ചുണ്ടുകൾ കൊണ്ട് മാത്രമാണോ, അല്ലാഹുവിലും അവൻ്റെ ഖലീഫത്തുള്ളാഹിലുമുള്ള വിശ്വാസം നിങ്ങൾ വെറുതെ നിങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് പറഞ്ഞതാണോ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ തെളിയുന്നുണ്ടോ എന്ന് അവൻ പരീക്ഷിക്കുന്നതാണ്. നിങ്ങൾ അറിയണം, അല്ലാഹു തആല അവൻ്റെ പ്രത്യേക അനുഗ്രഹം അവൻ്റെ പ്രവാചകന്മാർക്ക് അനുവദിച്ച് നൽകുന്നു. എന്നാൽ അത് മറ്റു വിശ്വാസികൾക്ക് ലഭ്യമല്ല. എന്നാൽ അല്ലാഹു പരീക്ഷണം നടത്തി വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ആഴം അഥവാ കാപട്യത്തിൻ്റെ ആഴം തുറന്നു വയ്ക്കുന്നു. 10 മുതൽ 700 ഇരട്ടി വരെയും അതിനപ്പുറത്തേക്കുമുള്ള അതിമഹത്തായ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് റമദാൻ നമ്മൾ കടന്നു വന്നു. ആ റമദാനിലെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് നമ്മിൽ നിന്നും പോകുന്നതാണ്. അതിന് മുമ്പ് ഈ ദിനരാത്രങ്ങളെ ഫലപ്രദമായി അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ചതനുസരിച്ച് കാലത്തിൻ്റെ ഇമാം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മളിൽ കെട്ടിപ്പോയ ആ ദീപം വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിൽ തിളങ്ങുന്നതിന് കത്തിച്ചു വയ്ക്കുന്നതിനായി ഈ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് തന്നെയാണ്. അങ്ങനെ ഈ റമദാൻ മാസം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നത് പോലെ ഒരു ബഹുമാന്യ അതിഥി ഈ ഒരു മാസത്തേക്ക് നിറയെ അനുഗ്രഹങ്ങളുമായിട്ടാണ് വന്നത്. ഈ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നത് ഒരു വിരുന്നുകാരനായിട്ടാണ്, നമ്മോടൊപ്പം ഒരു മാസക്കാലം തങ്ങിയിട്ട് പോകുന്നതിന്. ആ വന്നിരിക്കുന്ന അതിഥി എല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ വാക്കിനും പ്രവൃത്തിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഓരോ വികാരത്തിനും അല്ലാഹു തആല പ്രതിഫലം നൽകിക്കൊണ്ടാണ്
ആ അതിഥിയെ നമ്മളുടെ അടുത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അത് മെല്ലെ, എന്നാൽ തീർച്ചയായും നമ്മോട് വിട പറയുന്ന ദിനത്തിൽ എത്തിച്ചേരുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രയോജനം നേടിയവർ ഈ റമദാൻ മാസത്തിൽ അവർ അനേകം ത്യാഗങ്ങൾ വരിച്ചവരാണ്. ഭക്ഷണം കഴിക്കാതിരുന്ന ത്യാഗം മാത്രമല്ല, മറ്റനേകം ത്യാഗങ്ങളും അതിനോട് ചേർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിരാവിലെ ഉണരുക, അവളുടെ സെഹരി ഭക്ഷണത്തിന് മുമ്പ് അവർ തഹജ്ജുദ് നമസ്കരിക്കുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, എന്നിട്ട് അവർ സെഹരി കഴിക്കുന്നു, എന്നിട്ട് ദിക്റുകളിലും ദുആകളിലും മുഴുകുന്നു, ദിക്റിന് ശേഷം ഫജർ പ്രാർത്ഥന നിർവഹിക്കുന്നു, എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു. അങ്ങനെ അവരുടെ ദിവസം നല്ല നിലയിൽ കടന്നു പോകുന്നു, അത് നിറയെ അവൻ്റെ അനുഗ്രഹങ്ങളുമായി. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് കുറച്ച് ദിനരാത്രങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരുടെ പട്ടികയിൽ അള്ളാഹു തആല നമ്മെ ഓരോരുത്തരെയും ആക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഉപദേശ ഭാഗങ്ങളുമായി നാളെ നമുക്ക് കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.